ഭഗവത്ഗീത വായിക്കാൻ അവസരം തന്ന പത്മനാഭന് നന്ദി. ഗീതാമാഹാത്മ്യം. പവിത്രമായ ഈ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവം പഠിക്കുന്നവൻ ഭയശോകങ്ങളിൽ നിന്നു മുക്തനായി വിഷ്ണുവിൻ്റെ പാദം പൂകുന്നു. നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവൻ്റെ പൂർവജന്മകൃത പാപങ്ങളും നശിക്കുകയും പുതുതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ അഴുക്കുമാറുവാനായി മനുഷ്യർ ദിവസവും കുളിക്കുന്നു. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാര മലത്തെ നശിപ്പിക്കുന്നു. ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിൻ്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ച ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റ് അനേകം ശാസ്ത്രങ്ങൾ എന്തിന്? മഹാഭാരതത്തിൻ്റെ സാരവും ഭഗവാൻ വിഷ്ണുവിൻ്റെ പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകുന്നതല്ല. ഒരേ ഒരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഗീതയും ഒരേ ഒരു ഈശ്വരൻ ശ്രീകൃഷ്ണനും ഒരേ ഒരു മന്ത്രം അവൻ്റെ നാമവും ഒരേ ഒരു സേവ അവൻ്റെ സേവയുമാകുന്നു. ശാന്തസ്വരൂപനും സർപ്പത്തിന്മേൽ ലയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂവുള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിനാധാരവും ആകാശ സദൃശനും മേഘവർണ്ണനും സുന്ദരങ്ങളായ ശരീരാവയവങ്ങളുള്ളവനും ലക്ഷ്മീപതിയും പങ്കജനേത്രനും യോഗികൾ ധ്യാനത്തിലൂടെ പ്രാപിക്കുന്നവനും സകല ലോകങ്ങളുടെയും ഒരേയൊരു രക്ഷകനും ഭവഭയത്തെ അകറ്റുന്നവനുമായ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. യാതൊരു ദേവനെയാണോ ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, വായു എന്നിവർ ദിവ്യങ്ങളായ സ്തവങ്ങളാൽ സ്തുതിക്കുന്നത്, സാമഗാനം ചെയ്യുന്നവർ ആരെക്കുറിച്ചാണോ വേദോപനിഷത്തുക്കളുടെ പദക്രമ പാഠങ്ങളാൽ പാടുന്നത്, ധ്യാനത്തിൽ തദ്ഗത മനസ്കരായ യോഗികൾ ആരെയാണോ ദർശിക്കുന്നത്, ആരുടെ മഹത്വമാണോ ദേവന്മാരും അസുരന്മാരും അറിയാത്തത്, ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തത് അർജുന വിഷാദ യോഗ.